ഹായ് ഹലോ അസ്സാം വലൈക്കും. നമുക്കൊരു അയക്കൂറ ബിരിയാണിൻ്റെ റെസിപ്പി കണ്ടാലോ? പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മീനിനെ ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനാവശ്യമായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ഹാഫ് ലെമണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെമൺ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ വിനെഗർ ആഡ് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. നോർമൽ നമ്മൾ മീൻ ഫ്രൈയിൽ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഫ്ലേവറാണ്. എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മീൻ മസാലയൊക്കെ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഹാഫ് അവർ ടു 1 അവർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും നമുക്ക് മീനിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4 ഉള്ളിയാണ്. 4 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ വെച്ചിട്ട് അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഈ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെക്കുക. ലിഡ് അടച്ച് വെക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറിലേക്ക് മാറാനാകുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എടുത്തിട്ടുള്ളത് 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് 4 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പച്ചമുളകും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിൻ്റെ കൂടുമാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി നന്നായി ബ്രൗൺ കളറായി വന്നപ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലിഡ് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം അതിൽ തന്നെ കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കാം. തക്കാളി നന്നായി കുഴഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയിലയും ചെറുനാരങ്ങ നീരും എടുത്തിട്ടുണ്ട്. നല്ലൊരു പൊടിപ്പ് ടേസ്റ്റും കൂടി വരാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ മസാലയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടായപ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മീൻ ഓരോന്നായിട്ട് വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഒരു സ്വാദൊക്കെ കിട്ടണേ ഇങ്ങനെ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ അരി എടുക്കാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുഞ്ഞരി കൈമൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ തന്നെയാണ് ഞാൻ വെള്ളവും എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. പാത്രം വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗീ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി നന്നായിട്ട് സ്ലൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നാലാണ് വേഗം പൊരിഞ്ഞ് കിട്ടുക. തടി ഉണ്ടാകാൻ പാടില്ല ഉള്ളി കട്ട് ചെയ്യുന്ന ടൈമിൽ. ഉള്ളി പൊരിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കോരി വെക്കാം. ഇവിടെ വേണമെങ്കിൽ കാഷ്യൂം കിസ്മിസും ഒക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അതൊരു നോർമൽ ബിരിയാണിയിൽ ഉണ്ടാകുന്നതാണ്. ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ 2 ഏലക്കായും 2 കറുവപ്പട്ടയും അതുപോലെ തന്നെ ഒരു ബേ ലീഫും 2 കറാമ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറി ലീവ്സും ആഡ് ചെയ്തു. 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതുകൊണ്ട് ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലിഡൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ വേഗം വെള്ളമൊക്കെ വലിയും. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുക. ഇത് നോർമൽ നെയ്ച്ചോറാണ്. ഇത് തന്നെയാണ് നമുക്ക് ബിരിയാണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് സാധാരണ നോർമലായിട്ട് നെയ്ച്ചോറ് ഇങ്ങനെയും ഉണ്ടാക്കലുണ്ട്. നമ്മൾ കണ്ണൂർ സ്റ്റൈൽ ഇങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുക. അത് നമ്മൾ ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ദമ്മിടുന്ന ഒരു പ്രോസസ്സാണ് കാണിക്കുന്നത്. അതിൻ്റെ പകുതി ചോറ് നമ്മൾ എടുത്തിട്ട് മാറ്റും വേറൊരു പാത്രത്തിലേക്ക്. ചോറ് പകുതി എടുത്തതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മസാല വെച്ച് കൊടുക്കും. മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫിഷൊക്കെ വെക്കും. ഈ മസാലയിൽ വേണമെങ്കിൽ നമുക്ക് മീനിൻ്റെ നല്ലോണം മണം വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് മീനിൻ്റെ തലഭാഗമോ ചെളുക്ക് അതൊക്കെ വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് അധികം മണം ഇഷ്ടമല്ല. ഇങ്ങനെ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം മണക്കും. ഈ മസാല ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മീനിനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പൊട്ടിപ്പോകുകയൊന്നും ചെയ്യില്ല. കാരണം മീനിനെ നമ്മൾ മസാലയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ മീൻ വേഗം പൊട്ടിപ്പോവുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിനാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറവാണ്.
മല്ലി ലീവ്സും ഇട്ട് ഉള്ളിയൊക്കെ നേരത്തെ പൊരിച്ചെടുത്തിട്ടില്ല അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഗരം മസാല അതായത് നമ്മൾ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ദമ്മിടുന്നൊരു പ്രോസസ്സാണ് കാണിക്കുന്നത്. ഇവിടെ വീണ്ടും കുറച്ചും കൂടി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കും. മല്ലി ലീവ്സും ഇട്ട് കൊടുത്ത് ഉള്ളി പൊരിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ദമ്മ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു റെസിപ്പി. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദമ്മിന് വെക്കുന്നതാണ്. ഇവിടെ ഞാനൊരു ലിഡ് അടിയിൽ വെച്ചിട്ടുണ്ട്, കാരണം ചോറ് ഹാർഡാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 20 മിനിറ്റ്സ് ആകുമ്പോൾക്ക്. അതുപോലെ തന്നെ ആ ലിഡിനൊരു ക്ലോസ് ചെയ്തിട്ടുണ്ട് ഞാനൊരു കറാമ്പ് വെച്ചിട്ട് എയറൊന്നും പുറത്ത് പോകാതിരിക്കാൻ. ബിരിയാണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.